ലിയോ എന്ന സിനിമയുടെ വൻ വിജയം റെക്കോർഡ് വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിജയ ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഈ വർഷത്തിലെ ഒരു വിജയ ചിത്രം കൂടിയായ വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആകപ്പെട്ട വേൾഡ് വൈഡ് പ്രീസെയിൽ. കൂടാതെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷകളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ഈ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പുറത്തു വന്ന വേൾഡ് വൈഡ് പ്രീസെയിൽ പ്രകാരം 40 കോടി കടന്ന വേൾഡ് വൈഡ് പ്രീസെയിൽ ഇപ്പോഴത്തെ രാത്രി 8:30 ശേഷം വന്ന റിപ്പോർട്ട് പ്രകാരം 42 കോടി രൂപ മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഗോട്ടിന്റെ എല്ലാ കളക്ഷൻ വീഡിയോയിലെ പ്രീസെയിൽ അപ്ഡേറ്റ് വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വിജയുടെ മുൻ ചിത്രം റെക്കോർഡ് വിജയം നേടിയെടുത്ത ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോയുടെ ഫൈനൽ വേൾഡ് വൈഡ് കേരള FT കളക്ഷൻ ഗോട്ടിന് മറികടക്കാൻ കഴിയുമോ എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോട്ടിന്റെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ വരെ ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ബുക്കിംഗ് ആരംഭിച്ച സിനിമയുടെ റിലീസിന് ഒരു ദിവസം മുന്നേയുള്ള ഈ ഒരു ബുക്കിംഗ് അവസ്ഥയിൽ നിസ്സംശയം പറയാം, ഗോട്ട് എന്ന സിനിമ ലിയോയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ആണെങ്കിലും ഒപ്പം തന്നെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ ആണെങ്കിലും മറികടക്കാൻ സാധ്യത ഇല്ല എന്ന്. ഇനി ലിയോയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ വിജയ് നായകനെത്തിയ കഴിഞ്ഞ വർഷം വൻ തരംഗമായ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 12 കോടി ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് ഫിഗേഴ്സ് പ്രകാരം 145 കോടിയും ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം 148 കോടി രൂപയ്ക്ക് മുകളിലും ഗ്രോസ് കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ഈ രണ്ട് മൈൽ സ്റ്റോൺ നമ്പേഴ്സിലേക്ക് രണ്ട് മേഖലകളിലും ഗോട്ടിന് എത്തപ്പെടാനായിട്ട് കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 148 കോടിയിലേക്ക് ആദ്യ ദിവസം ഗോട്ടിന് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും 100 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഇപ്പോഴും ഗോട്ടിന് സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ലിയോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ പോലും 8 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ ഗോട്ടിന് അതിന്റെ പകുതിയിലേക്ക് പോലും റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇന്ന് രാത്രിയോടെ സിനിമ എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗോട്ട് എന്ന സിനിമ ആദ്യ ദിവസം 12 കോടി രൂപ പോയിട്ട് 10 കോടി കേരളത്തിൽ FT കളക്ഷൻ ടച്ച് ചെയ്യുമോ എന്ന് നിലവിൽ സംശയത്തോടെ ഉറ്റുനോക്കുന്നു. നാളെ മാത്രം ഇനി എത്രത്തോളം മികച്ചൊരു പ്രീസെയിൽ തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. നിലവിൽ 8-10 കോടി റേഞ്ചിലാണ് ആദ്യ ദിവസത്തെ ഗോട്ടിന്റെ കേരള കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ ഗോട്ടിന്റെ FT വേൾഡ് വൈഡ് പ്രതീക്ഷകൾ എന്താണ്? എസ്റ്റിമേറ്റ് കളക്ഷൻ കണക്കുകൾ പ്രഡിക്ഷൻസ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.